എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ടോപ്പിക്കിൻ്റെ പേരാണ് അറ്റൻഷൻ എക്കോണമി. എന്താണ് അറ്റൻഷൻ എക്കോണമി എന്നുള്ളത്? നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ഡിജിറ്റൽ നേച്ചറിൽ നമ്മളിതെല്ലാം അറിയേണ്ട ആളുകളാണ് അല്ലേ? അതായത് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ ഏറ്റവും വില പിടിച്ചൊരു വസ്തുവാണ് അല്ലേ? നമ്മുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില പിടിച്ചൊരു വസ്തുവാണ്. ഓരോ സെക്കൻഡും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ആപ്പുകൾ, ആഡ്സ് എല്ലാം നമ്മുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ പഠനം, ജോലി, ബന്ധങ്ങൾ എല്ലാം തന്നെ ഈ അറ്റൻഷൻ എക്കോണമിയാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഓരോ നിമിഷവും എവിടെയോ നമ്മൾ മറ്റൊരാൾക്ക് അവരുടെ ലാഭത്തിനായി നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ വിറ്റ് കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതായത് കൗൺസിലിംഗ് സെഷൻസിന് വരുന്ന ഒരുവിധ എല്ലാ ക്ലയൻസും അവരുടെ കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് പറയുന്നത് റീൽസ് വാച്ചിങ് ആണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് വാച്ചിങ് ആണ്. അപ്പോൾ എപ്പോഴും അവർ പറയും അവർ മെയിനായിട്ട് അവർക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവർ ഫോൺ ഗ്രാബ് ചെയ്യുന്നു, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഇതെന്താണ് ഇങ്ങനെ ഒരു ടെൻഡൻസി വരാൻ കാരണം? നമുക്ക് അത്രയും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പെൻഡിങ് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. പകരം നമ്മൾ ആരുടെയോ ഇഷ്ടപ്രകാരം നമ്മുടെ അറ്റൻഷൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളതങ്ങനെ സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ശ്രദ്ധ കൊണ്ട് എന്താണ്, നമ്മുടെ അറ്റൻഷൻ കൊണ്ട് എന്താണ് ചെയ്യാനാകുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അറ്റൻഷൻ നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ. അപ്പം നമ്മുടെ അറ്റൻഷനെ ബോധപൂർവം നിയന്ത്രിക്കുക എന്നുള്ളൊരു അവയർനെസ് നമ്മളിലൊക്കെ ഉണ്ടായിരിക്കണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം, നമുക്ക് എല്ലാം കാണേണ്ടതില്ല, എല്ലാം കേൾക്കേണ്ടതില്ല, എല്ലാം ചെയ്യേണ്ടതുമില്ല എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളെ ഗ്രോത്തിലോട്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് സഹായകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കാനും അവിടുത്തെ വിവരങ്ങൾ മനസ്സിലാക്കാനും അറിയാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ സഹായകരമായിട്ടുള്ള ഒരു 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 വ്യക്തി ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടി ചേർന്ന് നിൽക്കുക എന്നൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലാണ്ട് നമുക്കൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളുടെ സമയം നമ്മളുടേതായ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു അറിവ്, ആ അവയർനെസ്, സെൽഫ് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഡിജിറ്റൽ നേച്ചർ, ഡിജിറ്റൽ മീഡിയകളിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റൻഷൻ എക്കോണമി നമ്മളെ നിയന്ത്രിക്കാതെ നമുക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ, നമ്മൾ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാതെ നമ്മൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ള രീതിയിലോട്ട് വരണം. കാരണം എന്താണ്? നമ്മളുടെ ശ്രദ്ധ എന്നുള്ളത് നമ്മളുടെ ശക്തിയാണ്. നമ്മുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് അവർ പവർ ആക്ച്വലി, അല്ലേ? അപ്പം ഈ ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മളെ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധയും അതുപോലെ തന്നെ നമ്മളുടെ മാനസിക ആരോഗ്യം, നമ്മളുടെ ശ്രദ്ധയും നമ്മുടെ അറ്റൻഷനും മാനസിക ആരോഗ്യവും എങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ അറ്റൻഷൻ എക്കോണമിയിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും വലിയ ഒരു വസ്തുവാണ്. നമ്മുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ, എല്ലാവരും അതിനു വേണ്ടി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി നടക്കുകയാണ് അല്ലേ? അപ്പം സോഷ്യൽ മീഡിയയും ആപ്പുകളും പരസ്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ സമയം പിടിച്ചെടുക്കാൻ മത്സരിക്കുന്ന ഒരു 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 സ്റ്റൈലാണ് അവരെപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് നമ്മുടെ മാനസിക ആരോഗ്യമാണ് എന്നുള്ള കാര്യമാണ്. അതായത് അളവ് കൂടിയ ഡിജിറ്റൽ ഉപയോഗം, നമ്മുടെ ഒരു ലിമിറ്റിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള ഡിജിറ്റൽ ഉപയോഗം നമ്മുടെ ചിന്താശേഷിയെയും ശ്രദ്ധയെയും നഷ്ടപ്പെടുത്താൻ വളരെ കാരണമാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബിഹേവിയറിനെയും മൂഡ് സ്വിങ്സിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിജിറ്റൽ ഉപയോഗം എന്നുള്ളതും.
അത് അധികം കാണാതെയും അതുപോലെ തന്നെ നമ്മളെ ഓവർ തിങ്കിങ്ങിലോട്ടും ഡിപ്രഷനിലോട്ടും ഒക്കെ ഇത് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ടൈം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ അസുഖങ്ങളെ, മെൻ്റൽ സിക്നെസ്സിനെ, ഇൽനെസ്സിനെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം നമ്മൾ ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സമയം എന്തിനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ എന്ന് പറയാൻ പഠിക്കുക. അത് റീൽസ് ആയാലും വേണ്ടില്ല, ഷോർട്സ് ആയാലും വേണ്ടില്ല. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ഒഴുക്കിൽപ്പെട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ എവിടെയെങ്കിലും ചെന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്കൊരു ബോധോദയം വരിക. പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ബോധോദയം വന്നതിനെ കൊണ്ട് ഒരു കാര്യവുമില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഡിജിറ്റൽ ഡീടോക്സിങ് ചിലപ്പോഴൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഫിസിക്കൽ ബോഡി ഡീടോക്സ് ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ ഡീടോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിന് വളരെ വിശ്രമം കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ ശ്രദ്ധ ചെലവഴിക്കുന്നു അവിടെ നമ്മളുടെ ഊർജവും മാനസിക ശാന്തിയും ചെലവാക്കുന്നു എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മുടെ ശ്രദ്ധ എവിടെ കൊടുക്കുന്നു അവിടെ നമ്മുടെ മാനസിക ആരോഗ്യവും നമ്മുടെ എനർജിയും ഒക്കെ നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറ്റൻഷൻ എക്കോണമി നമ്മളെ നിയന്ത്രിക്കരുത്. നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ വിവരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരിലോട്ടും, നമ്മുടെ മക്കളിലോട്ടും, നമ്മുടെ ആരൊക്കെയാണോ ഈ ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നത്, ഒട്ടുമിക്ക ആളുകളും ഓൺലൈനിലിരുന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. എന്നാൽ ഫിസിക്കലി അവരൊന്നും ചെയ്യുന്നില്ല. അവരുടെ ഡ്രീംസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും അവർ ഓൺലൈനിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ഓൺലൈനിൽ തന്നെ അവർ ശത്രുക്കളായി മാറുന്നു, ഓൺലൈനിൽ തന്നെ അവർ അകലുന്നു, ഓൺലൈനിൽ തന്നെ അവർ ഇൻട്രാക്ഷൻസ് കുറയ്ക്കുന്നു. ഈവൻ ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇരുന്ന കുട്ടികൾക്ക് പോലും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാണ്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതൊക്കെ നമ്മളിപ്പം വളരെയധികം ഈ ഓൺലൈൻ ക്ലാസ്സസും കോഴ്സസും ഒക്കെ വന്ന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ കയറി വന്നത്, അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, കാരണം മറ്റൊരാളുടെ സക്സസ് നമ്മൾ 24/7 കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ പോസിറ്റിവിറ്റി നമ്മൾ കാണുക. അപ്പം എനിക്ക് അങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ അതായത് അവരുടെ ഒരു ക്ലാരിറ്റി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഡിജിറ്റൽ അറ്റൻഷൻ്റെ ഭാഗമായിട്ട്, അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വരുന്ന കുറേ മാസ്മരികമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ വരുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മൾ കാണുന്നതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല, എന്നാൽ സത്യമായതെല്ലാം നമ്മൾ കാണുന്നുമില്ല. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം നമ്മൾ തിന്മയിലോട്ട് കൂടുതൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നന്മയിലോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. ഓക്കെ. അപ്പം നമ്മളെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്നത്തെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ എന്നുള്ളതും, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പരമാവധി നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനും, സൈക്കോ എഡ്യൂക്കേഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും നമ്മുടെ യൂട്യൂബ് ചാനൽസിലായാലും ഒക്കെ നമ്മളത് ധാരാളമായിട്ട് പറഞ്ഞിരുന്നു. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുതുതായിരിക്കും, ചിലതൊക്കെ ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പോൾ അതൊരു റിമൈൻഡറൊക്കെ ആയിട്ട് നമുക്കത് എടുക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അത്തരം സോഴ്സുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് നമ്മൾക്ക് കിട്ടിയിരിക്കണം. എല്ലായിടത്തും നമ്മളിങ്ങനെ മസിൽ പിടിച്ച് എയർ വെച്ചൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരാൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഓവർ തിങ്കിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് കയറി വരുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും, ഡിജിറ്റൽ ആങ്സൈറ്റി, ഡിജിറ്റൽ ഡിപ്രഷൻ, ഇതൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി. വളരെ ഹെൽത്തി ആയിട്ട് പോയിരുന്ന ഒരാൾ ഡിജിറ്റലി അവർ ആക്റ്റീവ് ആകുമ്പോൾ അവരറിയാണ്ട് തെന്നി വീഴുന്ന കുറേ മേഖലയിലോട്ട് അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് കരകയറണമെങ്കിൽ നമ്മൾ ഈ ഒരു അറ്റൻഷൻ എക്കോണമിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അത് പഠിച്ച് അതിൻ്റെ
പോസിറ്റീവ് വശത്തിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.